തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടം ഇന്നു നടക്കുന്നത് ദേശീയ രാഷ്ട്രീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന പ്രധാന സംഭവമായി മാറിയിരിക്കുകയാണ്. രണ്ട് സംസ്ഥാനങ്ങളിലും ശക്തമായ രാഷ്ട്രീയ മത്സരം, വൻ പ്രചാരണ പരിപാടികൾ, കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. തമിഴ്നാട്ടിൽ 234 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏകദേശം 5.73 കോടി വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കുന്നത്. ഭരണകക്ഷിയായ DMKയും പ്രതിപക്ഷമായ AIADMKയും തമ്മിലുള്ള പ്രധാന പോരാട്ടത്തിനൊപ്പം ദേശീയ പാർട്ടികളും ശക്തമായി രംഗത്തുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ചെന്നൈയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നറിയിച്ചിരിക്കുകയാണ്. അതുപോലെ സിനിമാ താരവും രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇടം പിടിക്കുന്ന വിജയ് ഉൾപ്പെടെ നിരവധി പ്രമുഖരും ഇന്ന് വോട്ട് ചെയ്യാനെത്തും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73.63% പോളിംഗ് രേഖപ്പെടുത്തിയ തമിഴ്നാട്ടിൽ ഇത്തവണയും ശക്തമായ വോട്ടർ സാന്നിധ്യം പ്രതീക്ഷിക്കപ്പെടുന്നു. രാവിലെ മുതൽ തന്നെ നിരവധി ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണുന്നത്. സ്ത്രീകളും യുവാക്കളും വലിയ തോതിൽ പങ്കാളികളാകുന്നതാണ് ശ്രദ്ധേയമായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയതിനാൽ വയോധികരും ഭിന്നശേഷിക്കാരും സൗകര്യപ്രദമായി വോട്ട് രേഖപ്പെടുത്തുന്നു. ഇതിനിടെ പശ്ചിമബംഗാളിലും നിർണായകമായ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വടക്കൻ ജില്ലകളുൾപ്പെടെ 152 മണ്ഡലങ്ങളിലാണ് ഇന്ന് പോളിംഗ് നടക്കുന്നത്. സംസ്ഥാനത്ത് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന BJPയും തമ്മിലുള്ള പോരാട്ടമാണ് പ്രധാന ആകർഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിച്ച പ്രചാരണവും സംസ്ഥാന രാഷ്ട്രീയത്തെ ഏറെ ചൂടേറിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ ബംഗാളിൽ അതീവ ജാഗ്രതയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്രസേനയുൾപ്പെടെ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് എല്ലാ ബൂത്തുകളിലും വിന്യസിച്ചിരിക്കുന്നത്. സമാധാനപരമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ ഡ്രോൺ നിരീക്ഷണം, വെബ്കാസ്റ്റിംഗ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളും ഉപയോഗത്തിലുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളിലുമുള്ള തെരഞ്ഞെടുപ്പുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതാണ് പൊതുവായ വിലയിരുത്തൽ. തമിഴ്നാട്ടിൽ ഭരണ തുടർച്ച ഉറപ്പാക്കാനാണ് DMK ശ്രമിക്കുന്നത്. അതേസമയം AIADMK തിരിച്ചുവരവിനായി ശക്തമായ പോരാട്ടം നടത്തുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ്, BJP തുടങ്ങിയ പാർട്ടികളും സഖ്യങ്ങളിലൂടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ കടുത്തതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഗ്രാമീണ മേഖലകളിലും നഗരകേന്ദ്രങ്ങളിലും വോട്ടർമാരുടെ പങ്കാളിത്തം ഫലത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് സംസ്ഥാനങ്ങളിലുമായി സുതാര്യവും സമാധാനപരവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നറിയിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷയും വോട്ടർമാരുടെ സൗകര്യവും ഉറപ്പാക്കാനുള്ള പ്രത്യേക ടീമുകൾ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം എക്സിറ്റ് പോളുകൾ പുറത്തുവരും. എന്നാൽ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകുക വോട്ടെണ്ണൽ ദിനത്തിലാണ്. ഫലങ്ങൾ രാജ്യത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ ദേശീയ തലത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ ഏറെ ശ്രദ്ധയോടെ നിരീക്ഷിക്കപ്പെടുകയാണ്. ഒടുവിൽ ജനാധിപത്യത്തിന്റെ മഹത്തായ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തമാണ് ഏറ്റവും വലിയ ശക്തി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും ഇന്ന് നടക്കുന്ന വോട്ടെടുപ്പ് ആ ജനാധിപത്യ ആത്മാവിന്റെ ശക്തമായ പ്രകടനമായാണ് വിലയിരുത്തപ്പെടുന്നത്.